അദ്ദേഹത്തിൻ്റെ ഈ ഖുലുഖ് സ്വഭാവം അറിയിക്കുന്ന ഒരു വിഷയം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഹിക്മത്തിൻ്റെ വിഷയത്തിൽ വിശ്രുതനായി ആളുകൾക്കിടയിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായി. ഒരിക്കലേ അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്, ദീർഘയാത്ര കഴിഞ്ഞ് വരികയാണ് ലുക്മാൻ. യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അദ്ദേഹം നാട്ടിലെത്തി. ചോദിക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്. ഖൈഫ അബി, എൻ്റെ വാപ്പ എങ്ങനെയുണ്ട്. അപ്പോൾ ആ അദ്ദേഹത്തെ സ്വീകരിച്ച വ്യക്തി പറഞ്ഞു, മാത്ത അബൂഖ്, അങ്ങയുടെ വാപ്പ മരിച്ചിരിക്കുന്നു, മാപ്പ മരിച്ചു. അപ്പോൾ ഉടൻ അൽഹംദുലില്ലാ തവല്ലൈതു അംരി, അൽഹംദുലില്ലാ തവല്ലൈതു അംരി എന്ന് പറഞ്ഞു. ഞാൻ ഉത്തരം എന്ന് പറയാം. പിന്നെ ചോദിച്ചു തന്നെ ഖൈഫ ഉമ്മി, എൻ്റെ ഉമ്മ എങ്ങനെയാണ്. പറഞ്ഞു മാത്തത്ത് ഉമ്മുഖ്, നിങ്ങളുടെ ഉമ്മ മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദഹബ ഹമ്മി എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു ഖൈഫ സൗജത്തി, എൻ്റെ കുടുംബിനി എങ്ങനെ. മാത്തത്ത് സൗജത്ത്, നിങ്ങളുടെ കുടുംബിനി മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തജദ്ദത്ത് ഫിറാഷി. പിന്നെ ചോദിച്ചു ഖൈഫ ഉഖ്തി, എൻ്റെ സഹോദരി എങ്ങനെ. പറഞ്ഞു മാത്തത്ത് ഉഖ്തുക്ക്, നിങ്ങളുടെ സഹോദരിയും മരിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹസൻതു അല്ലെങ്കിൽ ഹഫിൽതു ഇർദി എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു കൈഫ അഖി, പറഞ്ഞു മാത്ത അഖൂഖ്, അങ്ങയുടെ സഹോദരനും മരിച്ചിരിക്കുന്നു. ലുഖ്മാൻ ദീർഘകാലം ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ യാത്രയിൽ ദീർഘകാലം കഴിഞ്ഞാണ് മടങ്ങുക. അപ്പോൾ ആ മടക്കത്തിൽ നാട്ടിലേക്ക് തിരിച്ച് മടങ്ങിയപ്പോൾ ചോദിക്കുകയാണ്, അവസാനം ചോദിച്ചത് സഹോദരനെ കുറിച്ചാണ്. കൈഫ അഖി, പറഞ്ഞു മാത്ത അഖൂഖ്, നിങ്ങളുടെ സഹോദരനും മരിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇൻഖസമ ബഹരി, ഇൻഖസമ ബഹരി, എൻ്റെ മുതുകുടി ഒടിഞ്ഞു എന്നാണ്. എന്താ വാപ്പ എന്നെ ചോദിച്ചപ്പോൾ വാപ്പ മരിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അൽഹംദുലില്ലാ തവല്ലൈതു അംരി, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തു. കാരണം വാപ്പുണ്ടെങ്കിൽ മുഴുവൻ കാര്യങ്ങളും ഇല്ല, വാപ്പാണ് കുറേ കാര്യങ്ങളുടെ ചുമതല. വാപ്പ മരിച്ചപ്പോൾ ഇനി കാര്യങ്ങളെല്ലാം എന്നിലേക്ക്. ഉമ്മ എന്തെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ മരിച്ചു എന്നാണ്. അപ്പോൾ പറഞ്ഞു ദഹബ ഹമ്മി, എന്താ ദഹബ ഹമ്മി, എൻ്റെ ടെൻഷൻ പോയി എന്നാണ്. കാരണം എന്താ, ഉമ്മ ഉണ്ട് എങ്കിൽ ആ ഉമ്മയെ പരിചരിക്കണം. ഉമ്മയാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ, ആ വാതിൽ കാത്തു സൂക്ഷിക്കണം. അതിനെന്താ വേണ്ടത്, ഉമ്മയ്ക്കുള്ള സൽപരിചരണമാണ്. മനസ്സിലായില്ലേ. അപ്പോൾ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ ടെൻഷൻ പോയി. മറ്റേന്താണ്, ഞാൻ ഉമ്മയുടെ വിഷയത്തിൽ അർഹമായത് നൽകുമോ, ഉമ്മയെ പരിചരിക്കാനാവുമോ, കൃത്യമായത് നോക്കാനാവുമോ എന്നുള്ള ടെൻഷൻ, അതാണ് ആ ടെൻഷൻ പോയി എന്ന് പറയും. പിന്നെ പറയാണ് സൗജത്ത്, ഭാര്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാത്ത സൗജത്ത്. അപ്പോൾ പറയണത് ഇതെൻ തജദ്ദത്തു ഫിറാഷി, എന്താ തജദ്ദത്തു ഫിറാഷി എന്നാണ്. ഫിറാഷ് എന്താ, വിരിപ്പല്ലേ. തജദ്ദത്ത് പറഞ്ഞെന്താ, അത് മാറ്റണം എന്ന് പറഞ്ഞെന്താ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അതാണ് വായിക്കണത്, അതല്ല. തജദ്ദത്ത് ഫിറാഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ ഭാര്യ ജീവിച്ചിരിക്കെ ആ ഭാര്യയുടെ വിരിപ്പിൽ ഒരാളെ സമ്മതിക്കുമോ? ഭാര്യ ഇല്ല, ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ ഇനി മറ്റൊരു കല്യാണം ഞാൻ കഴിക്കുകയാണെങ്കിൽ തന്നെയും ആദ്യ ഭാര്യയോട് ജീവിച്ചിരുന്നെങ്കിൽ അവൾ സമ്മതിക്കാത്തൊരു കാര്യമാണ് അവരുടെ വിരിപ്പ് മറ്റൊരാൾക്ക് സമ്മതിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വിരിപ്പ് മാറ്റണം നടത്തണമെങ്കിൽ ആദ്യ ഭാര്യയുടെ ആ വികാരത്തെ ഞാൻ മാനിക്കണം, മരിച്ചാലും. അതാണ് അതിൻ്റെ ഉദ്ദേശം. അല്ലാതെ രണ്ടാം കെട്ടിന് അവസരമായി എന്നുള്ളതല്ല. പലരും അങ്ങനെയാണ് അത് വായിച്ചത്. പിന്നെ മറ്റൊന്ന് തജദ്ദത്ത് ഫിറാഷി എന്ന് പ്രതികരിക്കാൻ കാരണം അല്ലേ, ഇനി ഒരു പുതിയ ജീവിത സഖിയെ കണ്ടെത്തുകയാണ് എങ്കിൽ ഈ മറ്റൊരാളോടൊത്ത് ശയിച്ചത് അവൾക്ക് നൽകുക എന്ന് പറഞ്ഞെങ്കിൽ പറ്റൂല, അതൊരു മാന്യതല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റൊരു മണിയറ ഒരുക്കുക, എന്നിട്ട് അവരെ ആദരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിൻ്റെ ലക്ഷ്യം. പിന്നെ മൂന്നാമത്തേത് ഉഖ്ത് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹഫിൽത്ത് ഒയർലി എന്നാണ്, ഞാൻ എൻ്റെ അഭിമാനത്തെ കാത്തു എന്നാണ്. കാരണം എന്താ, സഹോദരിമാർ ഉണ്ടല്ലോ, അവരിൽ നിന്ന് വരുന്ന അപജയം ആങ്ങളായിരിക്കും എന്താ, അതവർക്ക് അഭിമാനത്തിന് ക്ഷതാണ്. മനസ്സിലായില്ലേ. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണ ലക്ഷ്യം. പിന്നെ അഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മാത്ത അഹൂഖ്, അങ്ങയുടെ സഹോദരൻ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻഖസമ ബഹരി എന്നാണ്, എൻ്റെ മുതുകൊടിഞ്ഞു എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? സഹോദരങ്ങൾ പരസ്പര്യം അല്ലേ ഒന്നൊന്നിനെ പൂരിപ്പിക്കുന്നതും, അതേപോലെ തന്നെ സഹോദരങ്ങൾ ഒത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു ബലമാണ്. ഒരു സഹോദരൻ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, നടുവൊടിഞ്ഞ പോലെയാണ്. പക്ഷെ എന്ത് വേണം, സഹോദരന്മാരാകണം. അപ്പം ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഇതാണ് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ വളരെ യുക്തിദീക്ഷയുള്ള പ്രതികരണങ്ങളാണ്. അത് കാരണത്താൽ അദ്ദേഹം
എല്ലായിടത്തും എന്തായി പ്രസിദ്ധനായി. ലുഖ്മാൻ എന്നവർ പ്രസിദ്ധനായി. ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് നമ്മുടെ വിഷയം. ഇങ്ങനെയുള്ള ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ മാലോകർക്ക് പാഠവും അതേപോലെ തന്നെ അർത്ഥസമ്പുഷ്ടവുമായിട്ടുള്ളതൊക്കെ ആയത് കാരണത്താൽ അദ്ദേഹം വിശ്രുതനായി. അതുകൊണ്ടാണ് ഒരാൾ ചോദിക്കുകയാണ്, ഇന്നലകളിൽ ആടുകളെ മേച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങൾ? ഇന്നലകളിൽ നിങ്ങൾ ഒരു അടിമയായിരുന്നില്ലേ? കൈഫ ബലഗത ഇലമ തറ, നിങ്ങൾ ഈ ഒരവസ്ഥയിലേക്ക് എത്തിയത് എങ്ങനെയെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി എങ്ങനെയെന്ന് ചോദിക്കാൻ. ഇന്നലകളിൽ ആട്ടിടയൻ, ഇന്നലകളിൽ അടിമ, എന്നിട്ട് നിങ്ങൾ ഇന്ന് ഈ ഒരവസ്ഥയിലേക്ക് എത്തി, നിലവാരത്തിലേക്ക് എത്തി, അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ബി തഖ്വല്ലാ, അള്ളാഹുവിൽ തഖ്വയുള്ള ജീവിതം നയിച്ചതുകൊണ്ട്. ഒബി അദാ ഇൽ അമാന, ഞാൻ അമാനത്ത് നിർവഹിക്കുന്നത് കൊണ്ട്. വസിദ്ഖുൽ ഹദീസ്, സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട്. വതർക്കി മാലാ യഅനീനി, എന്നെ ബാധിക്കാത്ത വിഷയങ്ങൾ ഞാൻ അതിലിടപെടാത്തത് കൊണ്ട്. അതേപോലെ തന്നെ വകസ്റത്തു സുംത്, കസ്റത്തു സുംത് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയവും ഞാൻ ആരാണ്? മൗനിയാണ്. ആവശ്യത്തിനേ മിണ്ടുള്ളൂ, ആവശ്യത്തിനെ തൊള്ള തുറക്കുള്ളൂ. അത് കാരണത്താലാണ് എനിക്ക് ഈ ഒരു നിലവാരം വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ വരെ അടിമയായി ആടുകളെ മേച്ച് നടന്നിരുന്ന അങ്ങ് ഇന്ന് ഇങ്ങനെ ഒരു ഹിക്മത്തിൽ മാലോകർക്ക് മാതൃകയാകും വിധം എങ്ങനെ വിരാജിച്ചു എന്നതാണ് ചോദ്യം. ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ്? അദാഉൽ അമാന, അമാനത്തിൻ്റെ നിർവഹണം. വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് നിർവഹിക്കുക. പിന്നെ സിദ്ഖുൽ ഹദീസ്, സത്യസന്ധമായി സംസാരിക്കുക. തഖ്വ, അള്ളാഹുവിലുള്ള തഖ്വ, പഠിച്ചവനെ പേടി. പിന്നെ കസ്റത്തു സുംത്, എല്ലായിടത്തും നാക്കിട്ടടിക്കുക എന്നുള്ളതല്ല, പിന്നെ ആവശ്യമുള്ളിടത്ത് വേണ്ടത് പറയുക. പിന്നെ തർക്കി മലായ ആനീനി, എന്നെ ബാധിക്കാത്ത വിഷയത്തിലേക്ക് ഞാൻ ഇടപെടാതിരിക്കാൻ പോവുക. ചിലർ കണ്ടില്ലേ, എല്ലായിടത്തും പോയി ഇടപെടും. മൂപ്പരവിടെ വേണ്ടതില്ല, ഒരാവശ്യമല്ല. പക്ഷെ എന്നാലും അതെന്താണ്, എങ്ങനെയാണ് ചകഞ്ഞുകൊണ്ടിരിക്കും. ഇസ്ലാം മതങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിനുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാലാ യഅനി, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിനെ മേന്മ കൂട്ടുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് തന്നെ ബാധിക്കാത്തത് ഒഴിവാക്കുക എന്നുള്ളത്. തനിക്ക് ബാധകമല്ലാത്ത വിഷയത്തിൽ എന്തിനാ പോയിട്ട് തലയിടുന്നു? അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈമാനിനെ ഇസ്ലാമിനെ മേന്മ കൂട്ടുന്ന കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വഭാവം മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞത്. അദ്ദേഹം സൽഗുണ സമ്പന്നനായിരുന്നു. അദ്ദേഹം ശാരീരികമായിട്ട് പല വിഷയങ്ങളിലും പരിമിതി ഉള്ള വ്യക്തിയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നിത്യമാക്കിയത് അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടന കൊണ്ടോ ഉപരിപ്ലവ ഭാവം കൊണ്ടോ അത് പറഞ്ഞിട്ടല്ല, പിന്നെയോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, പെരുമാറ്റം, ഇതൊക്കെ കാരണത്താലാണ്. അതിലൂടെയാണ് അള്ളാഹു അദ്ദേഹത്തെ നിലനിർത്തിയത്.